നമസ്കാരം. STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. കുളപ്പുള്ളിയിലും കോട്ടായിലും ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം. മഴവെള്ള കൊയ്ത്തിലൂടെ സുസ്ഥിര ഷൊർണൂർ ക്യാച്ച് ദി റെയിൻ പദ്ധതിക്ക് തുടക്കമായി. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെയെ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുന്ന ഷൊർണൂർ നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്ന അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെയും സഹകരണത്തോടെ പദ്ധതിയുടെ ഔദ്യോഗിക പ്രചാരണ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഒറ്റപ്പാലം മയിലുംപുറത്തെ അക്രമകാരിയായ നായയുടെ ആക്രമണം. 9 നായക്കുഞ്ഞുങ്ങളെ കടിച്ചുകൊന്നു. 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റു. അക്രമകാരിയായ നായയെ കണ്ടെത്താനായില്ല. വാർത്തകൾ വിശദമായി. ഡൽഹി ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കോട്ടായിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഏരിയ കമ്മിറ്റി അംഗം V മോഹനൻ ഉദ്ഘാടനം ചെയ്തു. TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. R ലത, MR ജയരാജ്, KG ബാബു, K പത്മാവതി, ശ്യാം, K കരുണാകരൻ, M ഹിബത്തുള്ള മാസ്റ്റർ, LC സെക്രട്ടറി KP രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ AKG ഭവനിൽ കയറിയ ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ കുളപ്പുള്ളിയിലും CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളിയിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. M സുരേന്ദ്രൻ, VK ആൻരാജ്, ശരത്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവിധ കേസുകളിലെ പ്രതിയെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം കറുകച്ചാൽ സ്വദേശി 48-കാരനായ നിശാന്തിനെയാണ് പിടികൂടിയത്. പ്രതി റിമാൻഡിൽ. ഗുജറാത്ത് സ്വദേശി അക്ഷയന്റെ ബാഗ് മോഷിച്ച കേസിലാണ് ഇപ്പോൾ കോട്ടയം കറുകച്ചാൽ കാവിൽ വീട്ടിൽ 48-കാരനായ നിശാന്ത് പിടിയിലായിരിക്കുന്നത്. ഈ മാസം 28-ന് പുലർച്ചെ ട്രെയിൻ യാത്രയ്ക്കിടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ആലുവയിൽ നിന്നും ഗുജറാത്തിലേക്ക് വരാവൽ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ഗുജറാത്ത് സ്വദേശി അക്ഷയുടെ ബാഗാണ് മോഷണം പോയിരുന്നത്. തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കിയത്. 5000 രൂപ, 2 കുപ്പി വെളിച്ചെണ്ണ, മറ്റു സാധനങ്ങളും ബാഗിലുണ്ടായിരുന്നു. പ്രതിക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, അടിപിടി എന്നിവയിൽ കേസുകളുണ്ട്. നേരത്തെ ഒരു കൊലപാതകം നടത്തിയ കേസിൽ പ്രതി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SI അനിൽ മാത്യുവും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുവെ ഗതാഗത തിരക്കും അപകടക്കെണിയുമായ ഓടന്നൂർ ജംഗ്ഷൻ മങ്കരകാളികാവിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതോടെ തിരക്ക് ഇരട്ടിയായിരിക്കുന്നു. നടപടിക്കെതിരെ ശക്തമായ പരിഹാരം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. പാലക്കാട്, പറളി, ശാസ്തപുരം എന്നീ 4 റോഡുകളുടെ സംഗമ കേന്ദ്രമായ ഓടന്നൂർ ജംഗ്ഷനിൽ ഗതാഗത ക്രമീകരണത്തിനോ അപകടം കുറയ്ക്കാനോ ശാശ്വതമായ ഒരു പരിഹാരവും ഇല്ലാത്തത് നാട്ടുകാരെ പ്രതിഷേധത്തിലാക്കിയിട്ടുണ്ട്. കാളിക്കാവ് മങ്കര റൂട്ടിലോടുന്ന റൂട്ട് ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഓടന്നൂർ ജംഗ്ഷൻ വഴിയാണ് ഓടുന്നത്. ഗതാഗത തിരക്കിൽ വീർപ്പുമുട്ടുന്ന ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുന്നത് വലിയ ദുരിതമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന പ്രൊഫസർ KA ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം പ്രാർത്ഥനാ സംഗമം മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ചു. SMF തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥയുടെ അഴകും അലങ്കാരവുമായിരുന്നു ആലിക്കുട്ടി മുസ്ലിയാരെന്ന് കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി മഹല്ല് ഫെഡറേഷൻ, മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റികൾ സംയുക്തമായാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന പ്രൊഫസർ KA ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചത്. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന സംഗമം SMF തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാരണം ഗരിമ നിലനിർത്തിയ വലിയ പണ്ഡിത പ്രഭു, ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുവാണ്. പക്ഷെ ജീവിതത്തിൽ വിനയം, എളിമ, ലാളിത്യം, സ്നേഹം ഇതെല്ലാം സത്യത്തിൽ സംസ്വീകരിക്കാൻ കഴിഞ്ഞ ഒരു മഹത് വ്യക്തിത്വം. അതാണ് മഹാനായ ആലിക്കുട്ടി. അദ്ദേഹവുമായി ഒരിക്കലെങ്കിലും ബന്ധപ്പെടുവാനോ ആ കൈകൊണ്ട് പിടിക്കുവാനോ
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചും ഉമ്മ വെച്ചും ജീവിതം അവസാനിപ്പിച്ച മഹാമനുഷ്യനാണ്. പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ മഹാപണ്ഡിതൻ എന്ന് പറയുന്നത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സദസ്സിലേക്ക് പോയാൽ പോലും ആ സദസ്സിനെ കവർന്നെടുക്കാൻ അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പരിജ്ഞാനം അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവായിരുന്നു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഒരു വേൾഡ് ഓർഗനൈസേഷന്റെ ഒരു യോഗത്തിലേക്ക് ക്ഷണിച്ചു. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ പകരക്കാരനായി പറഞ്ഞയച്ചത് മഹാനായ ഷെയ്ഖുൽ ജാമിയാണ്. ജമുയത്തുൽ മുഅല്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. തോയ്ബ് ഫൈസി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ്, സമസ്ത തലപ്പിള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ദാരിമി പള്ളം, PS കമറുദ്ദീൻ മൗലവി, CK ഉമർ അൻവരി, PM ഷാഹുൽ ഹമീദ് അൽ ഖാസിമി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 12-ന് പന്നിത്തടം ടെലികോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടത്തപ്പെടുന്ന മദ്ഹ റസൂൽ കോൺഫറൻസിൽ റേഞ്ച് പരിധിയിൽ നിന്ന് പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. KM ഉമ്മർ മാസ്റ്റർ അൽഖാമി സ്വാഗതവും റേഞ്ച് ജോയിന്റ് സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മൈലമ്പുറത്തെ അക്രമകാരിയായ നായ 9 നായ കുഞ്ഞുങ്ങളെ കടിച്ചു കൊന്നു. മറ്റ് 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട്. അക്രമകാരിയായ നായയെ കണ്ടെത്താൻ ഡോഗ് ക്യാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശവാസികളായ ചിലരുടെ പിന്നാലെ ഓടിയെങ്കിലും ഭാഗ്യം കൊണ്ടാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. മൈലമ്പുറം ആലുകുന്ന് ഭാഗത്താണ് ആക്രമ സ്വഭാവം പുറത്തെടുത്ത നായ ആശങ്കയായി മാറിയത്. കടിയേറ്റ 3 നായ്ക്കളെ ചികിത്സയ്ക്കും കുത്തിവയ്പ്പിനുമായി മൃഗാശുപത്രിയിലേക്ക് മാറ്റി. 1.5 മാസം മുൻപ് തോട്ടക്കരയിൽ 2 നായ്ക്കൾ അക്രമ സ്വഭാവം പുറത്തെടുത്തിരുന്നു. ഇവ പ്രദേശവാസികളായ ചിലരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയിൽ ഒന്നിനെ പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ കടിയേറ്റ നായയാണ് ഇപ്പോൾ ഭീതി പരത്തുന്ന സംശയമാണ് ബലപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൻ്റെയും കോട്ടയം ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുഷ് പ്രൈമറി ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനുമോൾ അധ്യക്ഷയായി. APHC കോട്ടായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രതിഭ വിദ്യാധരൻ, APHC കുത്തന്നൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ BB അഖില എന്നിവർ മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചും പരിസര ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ജയരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ്, ബിന്ദു എന്നിവർ സംസാരിച്ചു. അംബിക സ്വാഗതവും പഞ്ചായത്ത് അംഗം ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു. പരിശോധനയ്ക്ക് എത്തിയവർക്ക് മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ രക്തപരിശോധനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെ ലക്ഷ്യമിട്ട് ഷൊർണൂർ നഗരസഭ നടപ്പിലാക്കുന്ന ക്യാച്ച് ദ റെയിൻ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ തലത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല പദ്ധതിയുടെ ഔദ്യോഗിക പ്രകാശന കർമ്മം നിർവഹിച്ചു. മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിനുമായി അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെയാണ് നഗരസഭ ഈ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി KVR ഹൈസ്കൂളിൽ ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ജലപ്രതിജ്ഞ എടുത്തു. ഔദ്യോഗിക പ്രചരണ പോസ്റ്ററിന്റെ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും പൊതുസ്ഥലങ്ങളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ജനകീയ കൂട്ടായ്മകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കുക, മഴവെള്ളം നേരിട്ട് കിണറുകളിലേക്ക് ഇറക്കി റീചാർജ് ചെയ്യുക തുടങ്ങിയ പ്രായോഗിക മാർഗങ്ങളാണ് ക്യാമ്പയിനിലൂടെ പങ്കുവയ്ക്കുന്നത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ V അനുരാജ്, സൗമ്യ, CK സിന്ധു, രവീന്ദ്രൻ, സന്ധ്യ, സിനി മനോജ്, സെക്രട്ടറി PS രാജേഷ്, TA നിഖിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി മഹർഷി വിദ്യാമന്ദിറിൽ ഗ്രീൻ ക്യാമ്പസ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. PTയുടെ നേതൃത്വത്തിൽ 100 വിവിധ പ്രൊജക്ടുകളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുളപ്പള്ളി മഹർഷി വിദ്യാമന്ദിറിൽ ഗ്രീൻ ക്യാമ്പസ് പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ്
ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്, ഗ്രീൻ ക്യാമ്പസ് എന്ന സന്ദേശത്തിലാണ് പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല നിർവഹിച്ചു. ക്ലീൻ ക്യാമ്പസ് എന്ന പേരിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സ്കൂള് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ PTയുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി വളരെയധികം ഇന്നത്തെ കാലത്ത് പ്രാധാന്യമർഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. നമുക്കറിയാം, പ്രകൃതി ചൂഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മൂലം പ്രകൃതി ഇന്ന് വളരെയധികം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രവീന്ദ്രൻ, സിനി മനോജ്, ഷൊർണൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീന്ദ്രൻ, പട്ടാമ്പി എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥൻ വസന്തകുമാർ, പ്രിൻസിപ്പൽ അനിൽ പിള്ളൈ, PTA ഭാരവാഹികളായ അഡ്വക്കേറ്റ് വിനിത വിവേക്, MN സാജു, KN ജയേഷ്, KT സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രതിജ്ഞ ചൊല്ലലുമുണ്ടായിരുന്നു. വിവിധ വ്യക്തിത്വങ്ങൾക്കുള്ള ഉപഹാര വിതരണം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. സ്കൂൾ PTയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് 100 പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ വ്യത്യസ്തമായ 100 പ്രൊജക്ടുകളായിരിക്കും നടപ്പിലാക്കുക. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നിലവിലെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും ഇരട്ടി കുട്ടികളാക്കുകയാണ് ലക്ഷ്യമെന്ന് PTA ഭാരവാഹികൾ സൂചിപ്പിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റ് സമ്മേളനം മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്നു. ഷൊർണൂർ CDA ചെയർപേഴ്സൺ P ജിഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റ് സമ്മേളനമാണ് മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചത്. ഷൊർണൂർ CDA ചെയർപേഴ്സൺ P ജിഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണാണ്. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഔദ്യോഗിക കർത്തവ്യം എന്നിലേക്ക് തന്നെ വീണ്ടും വന്നു ചേർന്നത്. ഇവിടെ സീനിയർ സിറ്റിസന്റെ ഒരു സമ്മേളനം, യൂണിറ്റ് സമ്മേളനം ഇന്നിവിടെ നടത്തുക എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഇന്ന് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ വളരെ ഉഷാറോടുകൂടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രായമായവർ ഒതുങ്ങിക്കൂടുന്ന ഈ കാലഘട്ടത്തിലും അങ്ങനെ വളരെ ഉത്സാഹത്തോടുകൂടി ആക്റ്റീവായി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പ്രദേശത്ത് ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത്. ഈ പ്രദേശത്ത് മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇങ്ങനെ സംഘടന രൂപീകരിക്കുകയും അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഓരോ പ്രദേശത്തും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നതാണ് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയായ പ്രവർത്തനമാണ് ഈ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ പെൻഷനേഴ്സിന്റെ കൂട്ടായ്മയിലെ കൂടെയൊക്കെ നടത്തി വരുന്നത്. നമുക്കറിയാം, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ മുന്നേറ്റം സൂചിപ്പിക്കുകയുണ്ടായി. 2023 ഈ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് K ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി N മുണ്ടൻ സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ P പത്മിനി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ, ട്രഷറർ N ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KT രാമേന്ദ്രൻ, TR സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് K ലക്ഷ്മിക്കുട്ടി, സെക്രട്ടറി P പരമേശ്വരൻ, ട്രഷറർ NP സരസ്വതി തുടങ്ങിയവരെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. UDF നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ യാത്രായിളവ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 4ാമത് ദമാം നവോദയ കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ ഇൻ സുരേഷ് ബാബു പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കർഷക സംഘം അഖിലേന്ത്യാ നേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഈ വർഷം നൽകുന്നത് കാർഷിക വിജ്ഞാന മേഖലയ്ക്കാണെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ആഗസ്റ്റ് 2 ഒറ്റപ്പാലം കണ്ടേമ്പുറത്താണ് പുരസ്കാരദാന ചടങ്ങ്. വൈകുന്നേരം 3 മണിക്ക് CPIM PB അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ പുരസ്കാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 4ാമത് ദമാം നവോദയ കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പാലക്കാട് എലവഞ്ചേരി ഷാബുമോൻ എസിന് സമർപ്പിക്കും. കാർഷിക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയെ മുൻനിർത്തി പ്രത്യേക പുരസ്കാരത്തിന് പിണറായി പഞ്ചായത്ത് പ്രവാസി, തളിർ കൃഷിക്കൂട്ടം, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്,
ആലപ്പുഴ, പാലക്കാട്, ആലത്തൂർ, നിറ സമഗ്ര കാർഷിക വികസന പദ്ധതി എന്നിവർക്ക് സമർപ്പിക്കും. 2023 മുതൽ ദമാം നവോദയ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ അവാർഡ് നൽകി വരുന്നുണ്ട്. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 2 രാവിലെ 9:30 നടക്കുന്ന നവോദയ കുടുംബ സംഗമം കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുത്തുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കേരളത്തിന്റെ മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് കോടിയേരിയുടെ പേരിലുള്ള സമഗ്ര സംഭാവന അവാർഡ് ഇത്തവണ 4ാമത്തെ അവാർഡ് ദാനമാണ്. കാർഷിക മേഖലയെ രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തവണ ആ മേഖലയിൽ നിന്ന് വ്യക്തികളെ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പഞ്ചായത്ത് മേഖലയിലുള്ള സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നവോദയ പൊതുവെ വലിയ രൂപത്തിലുള്ള ഇടപെടലുകളാണ് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനം പൊതുവെ നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് നവയോധ പോലുള്ള പ്രവാസി സാംസ്കാരിക സംഘടനകൾ വലിയ രൂപത്തിൽ സഹകരമായി നിൽക്കുന്നുണ്ട്. ഇവിടെ ദമാം കേന്ദ്രീകരിച്ച നവോദയ എന്ന സാംസ്കാരിക പ്രസ്ഥാനം കുടുംബ സംഗമത്തോടനുബന്ധിച്ച് നാടകഗാനങ്ങളും ഉണ്ടായിരിക്കും. കുടുംബ സംഗമത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുൻകാല നവോദയ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. EN സുരേഷ് ബാബുവിനെ കൂടാതെ രക്ഷാധികാരി ഷാഹിദ ഷാനവാസ്, കൺവീനർ മോഹനൻ വെള്ളിനേഴി, അജിത് വടകര, PN ബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ വായ്പാമേള സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ഏരിയയിലെ 7 ബ്രാഞ്ചുകൾ സംയുക്തമായി സംഘടിപ്പിച്ച വായ്പാമേള കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ ലളിതമായ വ്യവസ്ഥയിൽ വായ്പ ലഭ്യമാക്കുന്നുണ്ട് എന്നതാണ് ബന്ധപ്പെട്ടവരെല്ലാം ഇവിടെ സൂചിപ്പിച്ചത്. നമുക്കറിയാം, വായ്പ എടുക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാവരെയും സംബന്ധിച്ച് അത് എളുപ്പമുള്ള കാര്യമാണ്. സമൂഹത്തിലെ 90% ആളുകൾ വായ്പ എടുക്കുന്നു. ചിലർ പലിശ നടക്കുന്നത് മാസത്തിലാണ്, ബാങ്ക് പലിശ നടക്കുന്നത് കൊല്ലത്തിലാണ്. ഇങ്ങനെയൊക്കെ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വട്ടിപ്പലിശക്കാരിൽ നിന്ന്, കൊള്ളപ്പലിശക്കാരിൽ നിന്ന്, ദിവസം എന്ന മട്ടിൽ ആഴ്ചക്കാരിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കേരള ബാങ്കിന്റെ ലോണുകളെക്കുറിച്ച് വിശദീകരിക്കാനും പുതിയ സംരംഭകർക്ക് വായ്പ അനുവദിക്കാനും വേണ്ടിയുള്ള സംസ്ഥാനത്തുടനീളം നടന്നുവരുന്ന വായ്പാമേളയാണ് ഒറ്റപ്പാലത്ത് നടന്നത്. കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ മാനേജർ O സാബു MSME വായ്പകളെക്കുറിച്ച് പദ്ധതി വിശദീകരണം നടത്തി. ഡെപ്യൂട്ടി സെൻട്രൽ മാനേജർ സുമാ ഹർഷൻ, ഒറ്റപ്പാലം നഗരത്തിലെ CDS ചെയർപേഴ്സൺമാരായ ലത, സുജിത, ഏരിയ മാനേജർ മുഹമ്മദ് അഷറഫ് എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇടപാടുകാരും മേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. കുളപ്പള്ളിയിലും കോട്ടായിലും ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം. മഴവെള്ള കൊയ്ത്തിലൂടെ സുസ്ഥിര ഷൊർണൂർ ക്യാച്ച് ദി റെയിൻ പദ്ധതിക്ക് തുടക്കമായി. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെയെ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുന്ന ഷൊർണൂർ നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്ന അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെയും സഹകരണത്തോടെ പദ്ധതിയുടെ ഔദ്യോഗിക പ്രചാരണ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഒറ്റപ്പാലം മൈലമ്പുറത്തെ അക്രമകാരിയായ നായയുടെ ആക്രമണം. 9 നായക്കുഞ്ഞുങ്ങളെ കടിച്ചുകൊന്നു. 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റു. അക്രമകാരിയായ നായയെ കണ്ടെത്താനായില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.